ഇന്നപ്പോൾ നമ്മൾ ഒരു യാത്രയിലാണ്. ശരിക്കും പറഞ്ഞ ഒരു നീണ്ട യാത്ര എന്ന് തന്നെ പറയാം. നമ്മളുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചധികം ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഷോർട്സിലൊക്കെ ഞെട്ടിരുന്ന പോലെ ഒരു പ്ലാന്റഡ് അക്വേറിയം എങ്ങനെ നമുക്ക് പോയി സെറ്റ് ചെയ്ത് വാങ്ങിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കൊല്ലത്തൂരാണ്. ഞങ്ങൾ മീനിൻ്റെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, മെയിനായിട്ട് മീനിൻ്റെ ലൈക്ക് ഐറ്റംസ് ഉള്ള സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. കാരണം ഞങ്ങൾ മീൻ കഴിക്കുമ്പോൾ മീനിൻ്റെ തിങ്സ്. നമുക്ക് ഓൾറെഡി ഒരു കുഞ്ഞ ഒരു അക്വേറിയം ഉണ്ട്, നിങ്ങൾക്കറിയാം. അത് ഇച്ചിരി കൂടി റെനോവേറ്റ് എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളത് കുറച്ചുകൂടി പ്ലാന്റഡ് ആയിട്ട് മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണേ. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. യൂട്യൂബ് വീഡിയോസിലൊക്കെയാണ് ഈ പ്ലേസിനെ കുറിച്ച് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. അപ്പോൾ എത്ര വലിയ സ്ട്രീറ്റാണെന്നുള്ളതോ ഒന്നും നമുക്ക് മുൻധാരണയൊന്നുമില്ല. അങ്ങനെ വന്ന് നടക്കണമായിരുന്നു, കുറച്ച് മെയിൻ റോഡിൽ നിർത്തിയിട്ട്. അങ്ങനെ നടന്നു തുടങ്ങി. നമ്മൾ വന്ന് കയറിയ സ്ഥലത്തു നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ. എവിടെ? അവിടെ ഉണ്ട് കുറച്ച് പല ടൈപ്പിൽ വിൽക്കാൻ പറ്റും. ഞങ്ങൾ ഫസ്റ്റ് ഈ ഒരു അടച്ച ടൈപ്പില്ലേ, അത് ഫൈബറാണ് ശരിക്ക്, ഗ്ലാസ് അല്ല. അത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്, വിത്ത് പ്ലാന്റ് ഉള്ളതുപോലെ. പക്ഷേ എന്താ അവർ പറയണമെന്ന് വെച്ചാൽ അടച്ച ഇതിൽ പ്ലാന്റ് വളരില്ലല്ലോ നമുക്ക്. ഓക്കെ, വെള്ളത്തിലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വിചാരിച്ചത്. പക്ഷേ അടച്ച് വെക്കണതിൽ പ്ലാന്റ്സ് നന്നായിട്ടിരിക്കില്ല, അത്രേ അഴുകും. അപ്പോൾ പിന്നെ നമുക്ക് പ്ലാന്റാണ് മെയിൻ ഉദ്ദേശം. അതിനാണ് ഇങ്ങോട്ട് വന്നത്. ഓൾറെഡി ഫിഷ് ഉണ്ട്, സോ ഫിഷ് വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്ക് പറ്റിയ സ്ഥലത്തിൽ പറ്റണ രീതിയിലുള്ള അക്വേറിയം അന്വേഷിച്ചിട്ടുള്ള നടപ്പാണ്. അക്വേറിയം സെറ്റ് ചെയ്യണ പോലെ ഉണ്ട് അവിടെ. പട്ടികളൊന്നുമില്ലല്ലോ. ഇതുപോലെ വെക്കണം, ഇതുപോലെ. ലൈറ്റ് വേണം, ചെടി വേണം, ഫിഷും ഉണ്ട്. ഒന്നും സെറ്റായില്ല. ആരെങ്കിലും ഫ്രീ ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ. ഇവിടെ നിറച്ച് ചിച്ചുവിന്റെ ആൾക്കാരുള്ളതുകൊണ്ട് 3 വയസ്സുള്ള ചെക്കനെ കല്യാണാലോചന ചിച്ചുവിന് അടക്കം ഒതുക്കമുള്ള പാട്ട് പാടുന്ന ചെക്കനായിരിക്കണം. അങ്ങനെ നമ്മളുടെ കണ്ടീഷൻ എല്ലാം യോജിക്കുന്ന രീതിയിൽ നമുക്ക് അക്വേറിയം, മറ്റേ ഗ്ലാസിൻ്റെ ആ ഒരു കണ്ടെയ്നർ കിട്ടി. നമുക്ക് വേണ്ടത് മുകളിലേക്ക് ലെങ്ത്ത് അധികം ഉള്ളതായിരുന്നു വേണ്ടത്. വീതിയുള്ളത്, അതായത് അങ്ങനെയുള്ളത് വേണ്ടായിരുന്നു. സോ അങ്ങനത്തെ അന്വേഷിച്ചിട്ടാണ് നടന്ന. ലാസ്റ്റ് ഒരു കടയിൽ അത് ശരിയായി. പക്ഷേ നമുക്ക് എല്ലാം ഒരു കടയിൽ നിന്ന് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇവിടെ കണ്ടെയ്നർ ശരിയായി, പക്ഷേ നമുക്ക് പ്ലാന്റോ അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള പറഞ്ഞു തരണ ആൾക്ക് വലിയ വിവരമില്ല എന്ന് തോന്നുന്നുണ്ട്. ആൾക്ക് അത്ര വലിയ പിടുത്തില്ല. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചിട്ടോ അങ്ങനെയൊന്നും ആൾക്കറിയാത്തതുകൊണ്ട് നമ്മൾ കണ്ടെയ്നർ അവിടെ വെച്ചു, വാങ്ങിച്ചില്ല. അങ്ങനെ തിരിച്ച് വീണ്ടും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക. പക്ഷേ ഈ സ്ട്രീറ്റിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നടക്കാൻ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ടി നഗറൊക്കെ പോകുന്ന പോലെയാണ്. അപ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിലും പ്രശ്നമാണ്. പിന്നെ നടന്ന് നമുക്ക് വയ്യാണ്ടാവും. അന്നാണെങ്കിലും മഴ ഇങ്ങനെ വരാൻ നിൽക്കണതിൻ്റെ ഒരു ചൂട് ഉള്ളൊരു അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് ശരിക്കും ടയേർഡായി. നടക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം പോയാൽ മതി. അങ്ങനെ നടന്നു വരുമ്പോഴാണ് നമുക്ക് ഏഞ്ചൽ അക്വേറിയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം. അവിടെയാണ് പ്ലാന്റ്സിൻ്റെ മെയിനായിട്ട് എല്ലാവരും വന്നിട്ട് പ്ലാന്റ്സ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് കാണണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി അവിടെ നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കി കിട്ടിയത്. ഇവിടെ പ്ലാന്റും മണ്ണും എല്ലാം പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഇവിടെ ഈ ടൈപ്പ് അക്വേറിയം ഉണ്ടായിരുന്നില്ല, കണ്ടെയ്നർ. സോ അവിടെ പോയിട്ട് വീണ്ടും വാങ്ങിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അവർ തന്നെ മണ്ണ് ഒക്കെ ഇട്ട് പ്ലാന്റ്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് നമുക്ക് തരും. അപ്പോൾ അതാണ് ആ ക്ലീനിങ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.
ഇവിടെയും നമ്മൾ ഈ ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞ അതിൻ്റെ വേറൊരു വേർഷൻ കാണാം. കാരണം അവർ അവരുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം ഇത് ചെയ്യാം. കാരണം നമുക്കത്ര വലിയൊരു ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് നമ്മളുടെ അടുത്ത് അത് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അപ്പം നമ്മൾ ഒന്ന് നോക്കിയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ മണ്ണിടുമ്പോൾ അവർ കൂടുതൽ ഞങ്ങളുടെ അടുത്ത് 8 കിലോക്ക് ഇടാനാണ് പറഞ്ഞത്. வைக்கிறதுனா வச்சுக்கலாம். பாருங்க இந்த ஐடி இருக்குன்னா இப்போ இந்த ஐடி வரணும். இப்படி கை விட்டா இங்கே 3 இன்ச்சு இருக்கா, இங்கே 1 இன்ச்சு கூட கிடையாது. அதுக்காகத்தான் ஒரு 6 கிலோ சாயிலாக போடுங்க. சரியா? 2 കിലോ പോട്ടുവാ. അങ്ങനെ 8 കിലോ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു അത്രയ്ക്കൊന്നും ആവശ്യം വരില്ല, ചെറിയ അക്വേറിയല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ടോട്ടൽ ഒരു 5 കിലോയിലാണ് ഒതുക്കിയത്. അതും ആൾ 6 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ പറഞ്ഞ 5 ആയിട്ട് തന്നെ തിക്നെസ് വളരെ കൂടുതൽ തന്നെയായിരുന്നു, വിചാരിച്ചേക്കാട്ട് കൂടുതൽ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ 8 കിലോ ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റും കൂടുമല്ലോ, നമുക്ക് തിരിച്ചത് എടുത്തുകൊണ്ട് പോകേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ടും ഞാൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുപോലെ ചെടിയുടെ റേറ്റിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ അറിവില്ല. പല കടകളിൽ പല റേറ്റാണ്. ഇവിടെ ഇപ്പോൾ ചെടികൾക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അറിയില്ല ചിലപ്പോൾ ഇനി എങ്ങനെയാണെന്ന്. ഇവിടെ ഒരു ബഞ്ചിന് 100 റുപ്പീസൊക്കെ ആൾ പറഞ്ഞത്. നമ്മൾ 1-2 ബഞ്ചൊക്കെ വാങ്ങിച്ച് പിന്നെ ചിലത് നമ്മൾ സെലക്ട് ചെയ്യണതൊക്കെ അവർ എടുത്തു തരും. കുറച്ച് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടും ഒക്കെ അന്വേഷിച്ച് പോകുന്നതാണ് നല്ലതെന്ന് നമുക്ക് മനസ്സിലായി. കുറേ ഫിഷിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് സെറ്റായിട്ട് ഉള്ള ഫിഷൊക്കെ നന്നായിട്ട് വളരണ്ടോ നോക്കിയിട്ട് പിന്നീട് മതിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഫിഷൊന്നും വാങ്ങിച്ചില്ല. ആദ്യം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോയത്, പക്ഷേ പിന്നീട് തീരുമാനം മാറ്റി. ഇവിടെ ചെടികളൊക്കെ നല്ലതായിട്ടുണ്ട് കേട്ടോ. വേറൊരു കടയിൽ ഞാൻ ഇത്രയും ചെടികളുടെ വെറൈറ്റി കണ്ടിട്ടില്ലായിരുന്നു. ചെടികളും ഉണ്ട്, പിന്നെ നല്ല ക്ലീനായിട്ട് നല്ല പാക്കൊക്കെ ചെയ്ത് നമുക്ക് റെഡിയാക്കിയിട്ട് സെറ്റാക്കി തരും. ജസ്റ്റ് നമ്മൾ വീട്ടിൽ പോയിട്ട് വെള്ളം ഫില്ല് ചെയ്താൽ മാത്രം മതി. അതെന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അവിടെ എനിക്കിഷ്ടമായത് ആ മരം പോലെ വെച്ചാണ് കുഞ്ഞിട്ടാ ബിരിയാണി. അവർക്ക് പുതിയ നിക്നെയിം, പുതിയ നിക്നെയിമാ എന്താ? മോങ്ങണ പൂച്ച. കറിയുമ്പോ മോങ്ങണ പൂച്ച. 2 ഉള്ളിൽ എടുത്തിട്ടാലോ? വേണ്ട. അങ്ങനെ വണ്ടി എടുത്തിട്ട് വരേണ്ടി വന്നു. കാരണം നമുക്കിത് താങ്ങി പിടിച്ച് നടക്കാനും പറ്റില്ല. ഈ സ്ട്രീറ്റിൽ ശരിക്കും വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെയാണ്, ഫുള്ള് ട്രാഫിക്കാവും. നമ്മളിട്ട് കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. ഇവിടെ അങ്ങനെ പെറ്റ്സ് വേറെ ടൈപ്പും ഉണ്ട്. അതായത് ബേർഡ്സ് ഉണ്ട്, പൂച്ചകളുണ്ട്, പട്ടിക്കുട്ടികളുടെ ഒരു സ്റ്റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഉറപ്പില്ല, പക്ഷേ പെറ്റ്സിനെ ഇഷ്ടമാണ്, ഇതുപോലെ ഫിഷിനെ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും വന്നിട്ട് ഇടയ്ക്ക് വാങ്ങിച്ചിട്ട് പോവാം. അഫോർഡബിളും ആണ് മറ്റ് അക്വേറിയങ്ങളെ അപേക്ഷിച്ചിട്ടെന്നാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം. അങ്ങനെ അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോയി. ഇനിയാണ് മെയിൻ പരിപാടി, വീട്ടിൽ ചെന്ന് ഇതൊക്കെ സെറ്റാക്കണമല്ലോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് അത് കാണാം. വീട്ടിൽ വന്നപ്പോഴേക്കും ഈ കാറിലിരുന്ന് കുലുങ്ങിയതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പാറയൊക്കെ കല്ലൊക്കെ ഒന്ന് ആടി അങ്ങനെ ഉറപ്പ് പോയിണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് പിന്നെ പതുക്കെ സെറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, അപ്പോൾ ഈ ഒരു പ്ലേസിന് കറക്റ്റ് ഭാഗത്തിൽ വേണ്ടിയിട്ടാണ് നമ്മൾ അന്വേഷിച്ച് നടന്നിരുന്നത്. എന്നിട്ട് ഭാഗ്യത്തിന് അങ്ങനെ തന്നെ നമുക്ക് കിട്ടി. ഈ മീനിന് ഈ ടാങ്ക് വിൽക്കുന്ന ആള് പറഞ്ഞു ഈ പ്ലാസ്റ്റിക് ബാഗ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ബേസിക്കലി വെള്ളം
നോർമലായിട്ട് ചോദിച്ചാൽ ഫോഴ്സ് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതെന്താ പ്ലാന്റ് ഒക്കെ ഉള്ളതൊക്കെ ലൈക്ക് വാഷ്ഡ് അവേ ആവും. ഈ സോയിൽ ഇറോഷൻ പഠിച്ചിട്ടുണ്ടാവും ചിലവര്. അപ്പോൾ അങ്ങനെ നടക്കും. അതുകൊണ്ട് ലൈക്ക് സ്ലോലി ഇതിന്റെ മുകളിൽ നിന്ന് പതുക്കെ ഈ വാട്ടർ ഫ്ലോ ചെയ്ത് പതുക്കെ ഫോഴ്സ് ഇല്ലാണ്ട് ഒഴിക്കണം. മഴ 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 എവിടെയെങ്കിലും മഴ പെയ്യട്ടെ. ചെന്നൈയിൽ മഴയില്ലല്ലേ? മഴ ഉണ്ടായിരുന്നു. സാധാരണ ജൂണിൽ എന്ത് മഴ ആയിരിക്കും. വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അയ്യോ ഇതെന്താ പറ്റിയേ കലങ്ങിയില്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും അടിപൊളി വ്യൂ ആയിരിക്കും. സെഡിമെൻറ്റേഷൻ വാർട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ ഫിൽറ്റർ വാട്ടറാണ് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ ക്യാൻ വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. പൈപ്പ് വെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫുള്ള് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും എന്തായാലും. പിന്നെ ഈ ഒരു ടൈപ്പ് ഫിൽറ്റർ വേണം കേട്ടോ യൂസ് ചെയ്യാൻ, അല്ലാതെ ഉള്ളിലുള്ള വെക്കുന്ന ഫിൽറ്റർ യൂസ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം അവർ പറഞ്ഞു തരും നമുക്ക്, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ നമുക്ക് ശ്രദ്ധിക്കാൻ. എന്നിട്ട് ഇനി നെക്സ്റ്റ് പാർട്ടാണ് ഫിഷിന് ഇട്ടത്. അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക്, തുറന്ന് അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്നും ഇട്ടില്ല. ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം ഇട്ടത്. കാരണം പെട്ടെന്ന് അങ്ങനെ ഇടാനും പാടില്ല, വെള്ളത്തിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഫസ്റ്റ് വെള്ളം ഒഴിച്ചാൽ വെള്ളം അങ്ങനെ തന്നെ ഇരുന്ന് അതിൽ കുറച്ച് ബാക്ടീരിയാസൊക്കെ ഫോമായി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഫിഷിന് വളരുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഫിഷിനെ അതിലേക്ക് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് നല്ലൊരു വ്യൂ നമ്മുടെ ഹാളിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ കേട്ടോ.